മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നം നമുക്കെല്ലാം അറിയുന്നതുപോലെ നിമിഷ പ്രിയയുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. 1920 മുതൽ ഈ പ്രശ്നം ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ വിധി നടപ്പിലാക്കുന്നു എന്ന ഘട്ടം വന്നപ്പോൾ അതിൽ ഇടപെട്ട് കാന്തപുരം എ പി അബൂബക്കർ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും പ്രിയപ്പെട്ട മുസ്ലിയാരായി ഇപ്പോഴും മാറിയിരിക്കുകയാണ്. കാരണം മാധ്യമങ്ങളെല്ലാം കാന്തപുരം എ പിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കാനും മതനിരപേക്ഷ മൂല്യമാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന കാര്യം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞ മഹത്തായ സന്ദേശമാണ് അദ്ദേഹം ഈ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്തത്. അദ്ദേഹത്തിന് പരിചയമുള്ള വളരെ അടുപ്പമുള്ള മതപണ്ഡിതന്മാരുമായിട്ട് ചർച്ച ചെയ്ത് അവരാണ് പിന്നീട് അവിടെ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റുക എന്നത് മാറ്റിവെക്കാൻ തീരുമാനിക്കപ്പെട്ടത്. ഇനിയും തുടർച്ചയായ ചർച്ചയും ആവശ്യമായ തീരുമാനവും എടുക്കുന്നതിനു വേണ്ടി അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് തുടർന്നും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. ചർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചർച്ച ഇനിയും തുടർന്ന് അവരുടെ മോചനം ഇസ്ലാമിക നിയമം അടിസ്ഥാനപ്പെടുത്തി തന്നെ പ്രായശ്ചിത്തം ചെയ്യുന്നവരെ മോചിപ്പിക്കാനാവും എന്ന മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാടാണ് അദ്ദേഹം എന്നോട് തന്നെ പങ്കുവച്ചത്. തീർച്ചയായും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഇടപെടലും തുടർന്നുള്ള ചർച്ചയും അവരുടെ കുടുംബവും കേരളവും എല്ലാം കാതോർത്ത് നിൽക്കുന്നത്. ഇങ്ങനെയൊരു സന്ദേശം കാന്തപുരം എ പി നമുക്കെല്ലാം വേണ്ടി, രാജ്യത്തിനു വേണ്ടി, വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി നടക്കുന്ന നിരവധി ശ്രമങ്ങൾക്ക് ഇടയിൽ ഫലപ്രദമായ മാനവികത ഉയർത്തിപ്പിടിച്ചു എന്നുള്ളത് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മാറിയിട്ടുണ്ട്. അത്തരത്തിൽ ഇനിയും തുടർന്ന് ഈ ചർച്ച മുമ്പോട്ടേക്ക് പോകാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കും എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കെല്ലാം തീർച്ചയായും ആവേശം നൽകുന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് എന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുക. തുടർ ചർച്ചയുണ്ടാവും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റു വിഷയം അതൊന്നും ചർച്ച ചെയ്തില്ല. സംസ്ഥയ്ക്ക് വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ വിഷയത്തെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തിയോ? ഇല്ല, അതിനെപ്പറ്റി ഒന്നും ചർച്ച ചെയ്തില്ല. സമയം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ കണ്ടതിന് ശേഷം എം പി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മതനിരപേക്ഷമായ ഒരു മാനവികതയാണ് അദ്ദേഹം കാന്തപുരം ഉയർത്തിപ്പിടിച്ചെന്നാണ് അദ്ദേഹം പറയുന്നത്. നിമിഷപ്രിയയുടെ കാര്യത്തിൽ മോചനം സുരക്ഷിതമാക്കാൻ വേണ്ടി, മോചനം ഉറപ്പുവരുത്താൻ വേണ്ടി ഇനിയും ഇടപെടുമെന്ന് കാന്തപുരം ഉറപ്പ് നൽകിയതായി എം പി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു. ഇപ്പോഴും ചർച്ച തുടരുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.
എന്തായാലും ഈ കാന്തപുരം നടത്തിയ ഇടപെടൽ വളരെ പ്രായോഗികമായി എന്ന് വേണം കരുതാൻ. കാരണം ഇന്നലെ അല്ലെങ്കിൽ വധശിക്ഷ മാറ്റിവെക്കില്ലായിരുന്നു. അത് ആത്മീയ പണ്ഡിതന്മാരുമായി സുബി പണ്ഡിതനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു ഇടപെടൽ നടത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാന്തപുരവുമായി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ ചെറിയ ചർച്ചയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഷഹദ് റഹ്മാൻ നമുക്കൊപ്പം ചേരുന്നു. ഷഹദ്, ഗുഡ് മോർണിംഗ്. പറയൂ ഷഹദ്. ഇപ്പം കൂടിക്കാഴ്ച അല്പസമയം മുൻപാണ് സമാപിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ രാജ്യത്ത് എമ്പാടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. കാന്തപുരം A.P. അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലാണ് ഈ വിഷയത്തിൽ ഒരു നിർണായകമായത് എന്നത് നമുക്കെവർക്കും അറിയുകയും ചെയ്യാം. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ M.V. ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് കോഴിക്കോട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വിവിധ പരിപാടികളുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ ഇത്തരത്തിൽ കാന്തപുരം A.P. അബൂബക്കർ മുസ്ലിയാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അതായത് അഭിനന്ദിച്ചു. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഇനി എന്തൊക്കെയാണ് തുടർ നടപടികൾ എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കുടുംബം ഇനി സ്വീകരിക്കുന്ന നിലപാടാണ് ഏറ്റവും നിർണായകം എന്നുള്ളതാണ് ഇത്തരത്തിൽ ഉസ്താദ് മാഷെ അറിയിച്ചിട്ടുള്ളത് എന്ന കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഈ വാർത്ത വന്ന തൊട്ട് ഇതിനു പുറകെ തന്നെ, അതായത് ഇത്തരത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചു എന്ന വാർത്ത വന്ന ഘട്ടത്തിൽ തന്നെ ഈ മാഷ്, അതായത് ഗോവിന്ദ മാഷ് ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. കാന്തപുരം A.P. അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ അത് സ്വാഗതാർഹമാണ്. വളരെ സന്തോഷമുണ്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടതും ഇത്തരത്തിലൊരു ഫലം വന്നതിന്, അല്ലെങ്കിൽ ഇത്തരത്തിൽ വന്നതിൽ വലിയ സന്തോഷമുണ്ട് എന്നൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറകെയാണ് ഇപ്പോൾ ഗോവിന്ദ മാഷ് ഇപ്പോൾ മർക്കസിലെത്തി ഇത്തരത്തിൽ കാന്തപുരം A.P. അബൂബക്കർ മുസ്ലിയാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. മറ്റു വിഷയങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല എന്ന കാര്യമാണ് മാഷ് പറഞ്ഞതെങ്കിൽ പോലും ഈ മദ്രസ അല്ലെങ്കിൽ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച നടന്നോ എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വിഷയങ്ങളൊന്നും നിലവിൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന മറുപടി പറഞ്ഞ് മാഷ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.